ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട്. ദീപക്, നേരത്തെ ദീപകിനോട് സംസാരിക്കണോ അദ്ദേഹം വ്യക്തമാക്കിയതാണല്ലോ ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകളിൽ തനിക്ക് വിശ്വാസമുണ്ടെന്ന്. അതിനുശേഷമാണ് ഈ കൂടിക്കാഴ്ച. ദീപക്, ഡോക്ടർ ഉന്മേഷ്, രണ്ട് കാര്യം നമ്മുടെ ആ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, അതിനെ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്, എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകുമെന്നുള്ളത്. പക്ഷെ അതേ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈ പട്ടികയിൽ ചില സാംക്രമിക രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയാണ് ആ പ്രോസസ് കൃത്യമായി നടക്കാതെ പോയത്, അതായത് തങ്ങൾ ഇതിൽ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു കാര്യം, ആ അഭിമുഖത്തിൽ പല ഘട്ടങ്ങളിലായി പറഞ്ഞു, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, അതായത് പലരുടെയും ഓഫർ എനിക്കുണ്ട്, ഓഫർ തരുന്നവർക്കും രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, ഞാൻ രാഷ്ട്രീയമായി സ്ഥാനമാനങ്ങൾ മോഹിക്കുന്ന ആൾ തന്നെയാണ്, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്, അത്തരത്തിലുള്ള സാധ്യതകൾ തേടുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനിക്കും. അതായത് പാണക്കാട്ടേക്ക് പുറപ്പെടുന്നതിന് ഏറെ മുൻപാണ്, ഒരു അരമണിക്കൂർ മുൻപാണ് നമുക്ക് ഈ അഭിമുഖം തരുന്നത്. ആ അഭിമുഖ വേളയിൽ അദ്ദേഹം പാണക്കാടിനെ തള്ളി പറയുന്നില്ല, ലീഗിനെ തള്ളി പറയുന്നില്ല. പക്ഷെ ഒരു സാധ്യത അദ്ദേഹം അവിടെ അവസാനിപ്പിച്ചിരുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പരിഹാരമുണ്ടാകണം, പരിഹാരമില്ലെങ്കിൽ മറ്റ് ഓപ്ഷനിലേക്ക് താൻ പോകുന്ന കാര്യം തീരുമാനിക്കുമെന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമ്മുടെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഉന്മേഷ്, ശരി. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ പാണക്കാട്ട് എത്തി ഈ കൂടിക്കാഴ്ച നടത്തിയത്. ലീഗിന്റെ ഭാഗമായി തുടരും എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അതൃപ്തിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തെ LDF പിന്തുണയ്ക്കും, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ എന്നുള്ള റിപ്പോർട്ടുകൾ വന്നത്. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെയൊക്കെ പ്രതികരണങ്ങൾ അത്തരത്തിൽ CPIM ഒരു നീക്കം നടത്തുന്നു എന്നതിന്റെ സൂചനയായി പുറത്തു വന്നതുമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ രാത്രി വൈകുമ്പോൾ അദ്ദേഹം ലീഗിന്റെ തന്നെ ഭാഗമായി തുടരുമെന്നുള്ള കാര്യം വ്യക്തമാകുന്നു. ഗൂഗിൾക്ക് വേണുഗോപാൽ തുടരുന്നുണ്ട്. ഗൂഗിൾ, ഇത് അദ്ദേഹം പൂർണ്ണമായും ലീഗിന്റെ ആ അനുനയ നീക്കത്തിന് തന്നെ കീഴ്പ്പെട്ട് അതിൽ തുടരുന്നു, അതിന്റെ തന്നെ സൂചന എന്ന് തന്നെ നമ്മൾ ഈ കൂടിക്കാഴ്ചയെ കാണുകയല്ലേ ഗൂഗിൾ? ഉന്മേഷ്, അങ്ങനെ തന്നെ വേണം ഈ കൂടിക്കാഴ്ചയെ നമുക്ക് അനുമാനിക്കാൻ, കാണാൻ. കാരണം നമ്മൾ ഈ പ്രതിസന്ധി ഉടലെടുത്തതിനു ശേഷം അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയുടെ പ്രതികരണങ്ങൾ തേടിയ സമയത്ത് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ ഐഡിയോളജിക്കലി ഇപ്പോഴും മുസ്ലിം ലീഗുകാരനാണ് എന്ന്. അതിൽ അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല, അതിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം വരുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പലതരത്തിലുള്ള കോണുകളിൽ നിന്നും അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത സമയത്ത് അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അത് ഇല്ല എന്ന് പറയാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മുസ്ലിം ലീഗിൽ നിന്ന് പോകുമോ, LDFന്റെ സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൽ നിന്ന് പിറകോട്ട് പോകാൻ അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കാരണം പോളിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയെ സ്വാഗതം ചെയ്തിട്ട് പോലും മുസ്ലിം ലീഗിൽ നിന്നൊരു യെസ്സിന് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു സമീപനത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കാത്തിരുന്നത് എന്നാണ് ഈ പാതിരാത്രിയിലെ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം നേരത്തെ തന്നെ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിക്ക് വേണ്ടി സീറ്റ് ഒഴിച്ചിടാൻ CPM തയ്യാറായിരുന്നു. ആവശ്യമെങ്കിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പോലും പിൻവലിപ്പിച്ച് അവിടെ സ്ഥാനാർത്ഥിത്വം നൽകാൻ പോലും തങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു A. വിജയരാഘവൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞത്. അതിനുവേണ്ടി CPI സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച തിരൂരങ്ങാടിയിൽ CPIയോട് ചർച്ച ചെയ്തതിനു ശേഷം അവിടെ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയെ മത്സരിപ്പിക്കാൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള നീക്കം നടത്താൻ പോലും CPM തയ്യാറായി. എന്നിട്ട് പോലും അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അത് ഈ പറഞ്ഞതുപോലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരിട്ട് നടത്തിയ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. ഇപ്പോഴും അദ്ദേഹം സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ടല്ല കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്, അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായിട്ടാണ്. അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, 2 തവണ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് താനൂരിൽ നിന്ന് വിജയിച്ച അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൽ തന്നെ തുടരും. ഈ ദിവസം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ഇടതുപക്ഷത്തിന്റെ CPMന്റെ ശ്രമങ്ങൾ ഇവിടെ പരാജയപ്പെടുകയാണ്. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗുകാരനായി തുടരുന്നു. അദ്ദേഹത്തിന്റെ അതൃപ്തിക്ക് കാരണമായ വിഷയങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാനും കേൾക്കാനും ലീഗ് നേതൃത്വം, തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് നേതൃത്വം തയ്യാറാകുമെന്നൊരു ഉറപ്പുകൂടി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിക്ക് കിട്ടിയിരിക്കുകയാണ്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.